പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വരുന്ന വിഷുവിന് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വരുന്ന വിഷുവിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസം എന്ന് പറഞ്ഞാൽ സൂപ്പർ പായസം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു കുക്കർ കഴുകി വൃത്തിയാക്കിയത്, ചോറ് വയ്ക്കുന്ന കുക്കർ തന്നെയാണ്. കറി വയ്ക്കുന്ന കുക്കറാകുമ്പോൾ നമുക്കത് പാലൊക്കെ പിരിഞ്ഞു പോവും. ഇതിലേക്ക് 2 പാക്കറ്റ് പാൽ, ഒരു പാക്കറ്റ് പാൽ എന്ന് പറയുന്നത് 2 ഗ്ലാസ്സാണ്. അപ്പോൾ 2 പാക്കറ്റ് പാൽ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചൂടാകുമ്പോഴാണ് അതിലേക്ക് പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര എന്ന് പറയുന്നത് ചെറിയൊരു ഗ്ലാസ്സിലാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പായസം വെച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കുറേ വീഡിയോയിൽ ഞാൻ പായസത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കതൊന്നും ഇഷ്ടമായില്ല കേട്ടോ. അതൊക്കെ നമ്മളവിടെ തുറന്നിട്ട് ഇളക്കി അവിടെ എത്ര നേരം ഗ്യാസിൻ്റെ അവിടെ നിൽക്കണം. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട, ഉണ്ടാക്കി കുടിച്ചാലോ കൊതി മാറില്ല, അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിലേക്ക് പാല് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര. ഇതുപോലെ ചെറിയൊരു ഗ്ലാസ്സിലിട്ടാ പഞ്ചസാര വേണമെങ്കിൽ നിറച്ചെടുക്കാം. എന്താ വെച്ചാൽ ഇത് കറക്റ്റ് മധുരമാണ്. നിറച്ചെടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടിയിട്ട് കഴിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാലും പഞ്ചസാരയും ചൂടായതിന് ശേഷം അവർ പറയണ ഒരു പിടി അരി എന്നാണ്. അപ്പോൾ ഞാനെടുക്കുന്നത് ഒരു ഇത്രയ്ക്ക് അരി എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ നല്ലവണ്ണം കത്തിയിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ഇടാതെ നമ്മളത് ചെറിയൊരു ആവി വരുന്നവരെ ആക്കുക. എന്നിട്ട് അതിന് ശേഷമാണ് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു അരമണിക്കൂർ സിമ്മിൽ, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ അവർ പറഞ്ഞ ആവി പുറത്തേക്ക് പോവാതെ നോക്കണം. പക്ഷെ എന്തായാലും ഒരു വിസിലൊക്കെ വരും കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൽ പറ്റണ എയറല്ലേ അതിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഒരു എയർ പുറത്തേക്ക് തള്ളുമല്ലോ. അപ്പം അതിന് ശേഷം 1 മണിക്കൂർ ശേഷമാണ് ഞാൻ അരമണിക്കൂർ ഗ്യാസുമ്പോഴും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ തണുത്തതിന് ശേഷം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പായസം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, പിന്നെ നെയ്യ്, ഏലക്കായ അതൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ പായസം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയും. കുടിച്ച് തന്നെ നോക്കണം കേട്ടോ അത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ തുറക്കണത്. പിന്നെ അതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഏത് പായസത്തിലേക്കായാലും നമ്മൾ ഉപ്പ് ഒരു നുള്ളന് ഇട്ട് കൊടുക്കണം. ഒരു 4 പേരുണ്ടെങ്കിൽ ഇതുപോലെ പായസം വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ പണ്ടത്തെ പായസം എന്ന് വെച്ചാൽ ഉരുളിയിലൊക്കെ ഇട്ട് കുറേ ആൾക്കാരുണ്ടാവും ഉരുളിയിലിട്ട് വരട്ടി ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇന്ന് കുടിച്ച് നാളെ കുടിച്ച് മറ്റന്നാൾ കുടിച്ച് ഇങ്ങനെയൊക്കെയാണ് അല്ലേ. ഇപ്പോഴത്തെ പായസം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പാലടിയാണ് എല്ലാവർക്കും. അപ്പം നമ്മൾ അത് മെനക്കെടില്ല, പുറത്തുനിന്ന് പായസങ്ങൾ മേടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കട്ടെ. സൂപ്പർ പായസമാണ്. ഉണ്ടാക്കി അപ്പം തന്നെ കാര്യം ആ കുക്കർ വരെ തുടയ്ക്കും, അത്ര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ പാക്കറ്റ് പാൽ തന്നെ എടുക്കാൻ നോക്കുക. ലൂസ് പാൽ ഒരിക്കലും മേടിക്കരുത് കേട്ടോ. ഇങ്ങനത്തെ പായസങ്ങൾക്ക് പാക്കറ്റ് പാലാണ് നല്ലത്. ഉണ്ടോ, നല്ല കട്ടിയായിട്ടുള്ള പായസമാണ്. പിന്നെ അരിയാണെന്ന് അറിയില്ല കേട്ടോ, പാലടിയാണെന്ന് തോന്നുള്ളൂ. ഉണ്ടോ, വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല കട്ടിയായിട്ടുള്ള പായസം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.